അങ്ങനെ അർജുൻ ആയങ്കിയെ പോലീസ് പിടിച്ചിരിക്കുന്നു. ഇന്നലെ വരെ വളരെ വലിയ വീരപരിവേഷമായിരുന്നു കേസിന്. ആയങ്കിയെ അവിടെ കണ്ടു, ടോൾ പ്ലാസയിൽ കാറ് കണ്ടു, ആയങ്കിയെ എടപ്പാൾ കണ്ടു, ആയങ്കിയുടെ സുഹൃത്തുക്കളെയും അനുജനെയും കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ പോകുന്ന തിരക്കഥയുടെ പിന്നാമ്പുറങ്ങൾ. ഇപ്പോൾ പിടിച്ചപ്പോഴും ആശാന് കൂസലില്ല. സർക്കാരിനെയും പോലീസിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി പിടിയിലായിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് പുലർച്ചെയോടെയാണ് അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയത്. തളിപ്പറമ്പിൽ ഒളിവിൽ കഴിഞ്ഞ ആയങ്കി അഭിഭാഷകയെ കാണാൻ എത്തിയപ്പോഴാണ് പിടിയിലായത്. എറണാകുളത്തേക്ക് കൊണ്ടുവരും. പിടിയിലായി പോലീസ് കൊണ്ടുപോകുന്ന ഘട്ടത്തിലും അതേ പോലീസിനെ പരിഹസിക്കുന്ന രീതിയിലാണ് അർജുൻ ആയങ്കിയുടെ ചാനലുകളും പോലീസും ആയങ്കിക്ക് ഒരു താരപരിവേഷം നൽകുന്നുണ്ടെന്നാണ് അർജുൻ ആയങ്കിയുടെ ശരീരഭാഷ നമ്മോട് പറയുന്നത്. ഒരു രാഷ്ട്രീയ ഗുണ്ടായി എന്ന നിലയ്ക്ക് തികഞ്ഞ പരിഗണന പോലീസ് നൽകുന്നുണ്ട്. ഗുണ്ടകൾ ചരിത്രത്തിൽ ഇടം നേടുന്ന കാലത്തേക്കാണ് കേരളം പോകുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അതിശയോക്തിയാവുകയില്ല. കാരണം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെയും ആ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അർജുൻ ആയങ്കി എന്നൊരു ഗുണ്ട കേരളത്തിൽ വീരപരിവേഷമണിയുന്നത്. കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ ധീരഭീകര വാഴ്ചയ്ക്ക് ഫണ്ട് ശേഖരണത്തിലുള്ള അഭ്യർത്ഥനയും സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. പോലീസ് പുതിയ അന്വേഷണ വിഭാഗത്തിന് രൂപം നൽകി അന്വേഷണം നടക്കുമ്പോൾ തന്നെയാണ് പാലിയേക്കര ടോൾ പ്ലാസ കടന്ന് അർജുൻ ആയങ്കി സവാരി നടത്തുന്നതിന്റെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും സോഷ്യൽ മീഡിയകളിൽ അർജുൻ ആയങ്കിയുടെ വീരവാദങ്ങൾ അയാൾ പോസ്റ്റ് ചെയ്യുന്നതും. അർജുൻ ആയങ്കി എന്തുകൊണ്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനും പോലീസിനും തലവേദനയാകുന്നു? ആരായിരുന്നു അർജുൻ ആയങ്കി? കണ്ണൂർ സ്വദേശിയായ അർജുൻ ആയങ്കി കേരളത്തിൽ സ്വർണ്ണക്കടത്ത്, സ്വർണം തട്ടിയെടുക്കൽ അഥവാ സ്വർണ്ണ പൊട്ടിക്കൽ, കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധം തുടങ്ങിയ കേസുകളിൽ പോലീസ് അന്വേഷണത്തിന് വിധേയനായ വ്യക്തിയാണ്. 2021 കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് ദേശീയ തലത്തിലും വാർത്തകളിലും നിറഞ്ഞു നിന്നിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള മാധ്യമങ്ങളിൽ. 2023 പാലക്കാട് മീനാക്ഷിപുരത്ത് സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർന്ന കേസിൽ അദ്ദേഹത്തെ മുഖ്യ ആസൂത്രകനായി പോലീസ് ആരോപിച്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. എല്ലാം തികഞ്ഞ ഒരു പാർട്ടി ഗുണ്ടയായിരുന്നു അർജുൻ ആയങ്കി എന്നാണ് പറയപ്പെടുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പാർട്ടി നേതാക്കൾ വളർത്തി വലുതാക്കിയ ഗുണ്ട. ഇന്നലെയും പാർട്ടിയിൽ നിന്ന് അതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. കണ്ണൂരിലെ അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയായി അർജുൻ ആയങ്കി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു. കണ്ണൂരിലെ CPM, മുസ്ലിം ലീഗ്, CPM, BJP സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയായിരുന്നുവെന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. 2024 BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ അർജുൻ ഉൾപ്പെടെയുള്ള 8 പേർക്ക് കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചതായും റിപ്പോർട്ടുണ്ട്. ആദ്യം പാർട്ടിക്കാരനായിരുന്നുവെങ്കിലും പിന്നീട് ലഹരി, കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് DYFIയിൽ നിന്ന് അർജുനെ പുറത്താക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതുകൊണ്ടാണ് 2021 സ്വർണ്ണക്കടത്ത് കേസിന്റെ സമയത്ത് CPIM അദ്ദേഹത്തെ ഔദ്യോഗികമായി തള്ളിപ്പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം പാർട്ടിക്കാരനായി നിലകൊള്ളുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഔദ്യോഗിക അംഗമല്ലാതിരുന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ CPMന്റെ സജീവ പ്രചാരകനായി തുടരുകയായിരുന്നുവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2021 അദ്ദേഹം തന്നെ എഴുതിയത് താൻ 3 വർഷമായി CPIM DYFI അംഗമല്ലെന്നും എന്നാൽ പാർട്ടിക്ക് വേണ്ടി പ്രതിഫലം പ്രതീക്ഷിക്കാതെ ആശയപ്രചരണം നടത്തുകയാണെന്നുമായിരുന്നു. ഒരു ഒത്തുകളി. അതുകൊണ്ട് തന്നെ പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് കൊട്ടേഷൻ പ്രവർത്തനം നടത്തിയിരുന്നതായി ആരോപണമുയർന്നിരുന്നു. 2021 രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് സംഭവവുമായി ബന്ധപ്പെട്ട് അർജുൻ ഉപയോഗിച്ച കാർ സജേഷിന്റെ പേരിലായിരുന്നു. സജേഷ് DYFI നേതാവും CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായിരുന്നു. ഇതിന്റെ പേരിൽ DYFI സജേഷിനെ പുറത്താക്കുകയും CPM സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് അന്ന് CPMനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ കാര്യങ്ങളിൽ ഒന്ന്. അർജുൻ ഔദ്യോഗിക പാർട്ടി അംഗമല്ലെന്ന് പാർട്ടി പറഞ്ഞെങ്കിലും അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ചില പ്രാദേശിക പാർട്ടി DYFI പ്രവർത്തകരുടെ പേരുകൾ അന്വേഷണത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു.
ഇപ്പോൾ എന്തിന് അർജുൻ ആയങ്കിയെ പോലീസ് വേട്ടയാടുന്നു എന്നതാണ് അടുത്ത ചോദ്യം. അർജുൻ ആയങ്കിയെ ഒരു സ്ഥിരം കുറ്റവാളിയായി പോലീസ് മുദ്രകുത്തി എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മെയ് 3 അർജുൻ ആയങ്കിയെയും മറ്റു ചിലരെയും കോതമംഗലം പുന്നേക്കാട്ടുള്ള ഒരു റിസോർട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡ് പരിശോധനയുടെ ഭാഗമായിരുന്നു നടപടി. പോലീസ് പറയുന്നത് അവിടെ അർജുൻ ആയങ്കിയും സംഘവും പുതിയൊരു സംഘടിത കുറ്റകൃത്യത്തിന് പദ്ധതി തയ്യാറാക്കാൻ ഒത്തുകൂടുകയായിരുന്നു എന്നാണ്. അർജുൻ ഉൾപ്പെടെ 6 പേർക്കെതിരെ സംഘടിത കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. എന്നാൽ അർജുന്റെ വാദം വ്യത്യസ്തമായിരുന്നു. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് എത്തിയതെന്നും ഡാൻസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ഇട്ടതിന്റെ പേരിലാണ് പോലീസ് പിടികൂടിയത് എന്നുമായിരുന്നു. ഒരിക്കൽ കുറ്റവാളിയായാൽ പിന്നീട് എന്നും കുറ്റവാളിയാക്കുക എന്നത് കേരളത്തിലെ മാത്രം പതിവല്ല, ഇന്ത്യ ഒട്ടുകുമുള്ള പതിവാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടതായാൽ. തന്നെ അകാരണമായി കേസിൽ കുടുക്കി എന്ന കാരണത്തിലാവാം ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് പിന്നാലെ അർജുൻ ആയങ്കി കോതമംഗലം പോലീസ് ഇൻസ്പെക്ടറെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ കടുത്ത ഭീഷണി ഉയർത്തിയത്. പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഉദ്യോഗസ്ഥന് വിരമിച്ച ശേഷം സമാധാനമായി പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആയങ്കി നടത്തിയെന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് പറയുന്നത് ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ്. ഇത് അർജുനെ വീണ്ടും പോലീസ് ലക്ഷ്യമിടാനുള്ള പ്രധാന കാരണമായി. അർജുൻ ആയങ്കി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ജൂൺ 22 അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പോലീസ് തെരച്ചിൽ ശക്തമാക്കി. ഇതിനിടയിൽ ഓഗസ്റ്റ് 6 വീണ്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസുണ്ടായി. ഊന്നുകാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഇൻസ്റ്റാഗ്രാം വഴി ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് അർജുൻ ആയങ്കിക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. അതായത് നേരത്തെ കോതമംഗലം പോലീസ് ഉദ്യോഗസ്ഥനെതിരായ ഭീഷണി കേസ് നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും സമാനമായ ഭീഷണി ഉയർന്നത്. ഓഗസ്റ്റ് 7 SIT രൂപീകരിച്ചു. ഇതോടെ പോലീസ് നടപടി കൂടുതൽ ശക്തമായി. ദിവസങ്ങളുടെ കള്ളരും പോലീസും കളിയിൽ അർജുൻ ആയങ്കിയെ പോലീസ് പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ആയങ്കിയെ പോലുള്ളവർക്കറിയാം ഇതൊന്നും തലപോകുന്ന കേസല്ലെന്ന്. 10-14 ദിവസത്തെ റിമാൻഡ്, അത് കഴിഞ്ഞാൽ ജാമ്യം, പിന്നെ കേസ് വിധിയാവാൻ വർഷങ്ങൾ. ഒരു കോടതിയിൽ നിന്നും മറ്റൊരു കോടതിയിലേക്കുള്ള കേസിന്റെ പ്രയാണങ്ങൾ. ശിക്ഷിച്ചാൽ ഏറിയാൽ 2-3 വർഷം. അവിടെയും സുഖലോലുപത.